നമസ്കാരം. എസ് വി ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നമ്മുടെ വീഡിയോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുത്. നമുക്ക് വിഷയത്തിലേക്ക് വരാം. എനിക്ക് പ്രിയപ്പെട്ട സഖാക്കന്മാരോടൊരു കാര്യം പറയാനുള്ളൂ. നിങ്ങളാരും പ്രലോഭനങ്ങളിൽ വീണു പോകാൻ പാടില്ല. ഈ പ്രലോഭനം പണത്തിൻ്റെ ഒന്നുമല്ല, പണമല്ല, മറ്റൊന്നുമല്ല. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യത്തെയാണ് ഞാൻ പ്രലോഭനം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചത്. നമ്മുടെ സഖാക്കന്മാരുടെ പ്രതിഷേധങ്ങൾ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ പ്രതിഷേധം പലപ്പോഴും വാക്കുകളിൽ മാത്രമായി ഒതുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ പാലിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. എന്തുകൊണ്ടാണത് പറഞ്ഞതെന്ന് ചോദിച്ചാൽ, ഇതൊരു ഇരയാണ്. ഒരു ഇര ഇട്ട് തന്നിട്ടുണ്ട്. ആ ചൂണ്ടയിൽ ഇര കോർത്ത് ഇടതുപക്ഷത്തിൻ്റെ മുന്നിലേക്ക് എറിഞ്ഞിരിക്കുകയാണ് ശരിക്കും കനകോലു എന്ന് പറയുന്ന ബുദ്ധിരാക്ഷസൻ. എന്താണ് അവിടെ നമുക്ക് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് വേണ്ടി എറിഞ്ഞു തന്നിരിക്കുന്ന ഇര? വീണ ജോർജിനെ ആക്രമിക്കുക എന്ന് പറയുന്ന അക്രമോത്സുകമായ ഒരു രാഷ്ട്രീയ പ്രതിഷേധത്തിലേക്കാണ് ഇപ്പോൾ വഴിമാറിയിരിക്കുന്നത്. സ്വാഭാവികമായും ഇപ്പോൾ നമുക്കറിയാം, ഇവിടുത്തെ ഇടതുപക്ഷ പ്രവർത്തകരെല്ലാവരും തന്നെ വിജിലൻ്റ് ആയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ, നമ്മുടെ മന്ത്രിമാരെ തെരുവിലിട്ട് ഏത് സമയത്തും ആക്രമിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ഇവിടുത്തെ പ്രതിഷേധങ്ങൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു. വീണ ജോർജ് ചെയ്യാത്ത ഒരു തെറ്റിന്, വീണ ജോർജ് അറിയുക പോലും ചെയ്യാതിരുന്ന ഒരു തെറ്റിനും, എന്നാൽ ആ തെറ്റ് ചെയ്തവർക്കെതിരായി വീണ ജോർജ് എന്ന് പറയുന്ന ഒരു മന്ത്രി നടപടി എടുക്കുകയും ചെയ്ത ഒരു സാഹചര്യവും നമ്മുടെ കേരളത്തിലുണ്ട്. ഈ സാഹചര്യം മുന്നോട്ട് പോകുമ്പോഴാണ് പെട്ടെന്ന് ഒരു രാഷ്ട്രീയ ലാഭം മുന്നിൽ കണ്ടുകൊണ്ട്, എങ്ങനെയും 10 വോട്ടുണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്ന ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് പ്രതിപക്ഷം വളരെ കൃത്യമായ രീതിയിൽ ആ ഒരു സമരങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. ഇത് കനകോലുവിൻ്റെ ഒരു തന്ത്രമാണ്. മന്ത്രിമാർക്കെതിരായി ഇപ്പം വീണ ജോർജിനെതിരായി ഒരു കയ്യേറ്റ ശ്രമം ഉണ്ടാകുന്നു. സ്വാഭാവികമായും ഈ കയ്യേറ്റ ശ്രമത്തെ ചെറുക്കുന്നതിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തിരിച്ച് ഒരു പ്രതിരോധം സൃഷ്ടിക്കുകയാണ് ശരിക്കും ഇടതുപക്ഷ നേതാക്കന്മാരും അണികളും ചെയ്യാൻ പോകുന്നത്. വീണ ജോർജിനെ തടഞ്ഞു, സമരം ചെയ്തു, അല്ലെങ്കിൽ അടി കൊടുത്തു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ പ്രവർത്തകർക്കും രക്തം തിളയ്ക്കും. കാര്യം തെരഞ്ഞെടുപ്പ് സമയമാണ്. തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ ഏതൊരു ചെറിയ വിഷയം പോലും വലിയ വിഷയങ്ങളായി ആളിക്കത്താനുള്ള സാഹചര്യങ്ങളും നമുക്ക് കേരളത്തിലുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. ആശയങ്ങൾ തമ്മിലാണ് ശരിയായ രാഷ്ട്രീയം എന്നുള്ളതാണെങ്കിൽ തന്നെയും ഇവിടെ അങ്ങനെ ആവുന്നില്ല. മറിച്ച് അക്രമോത്സുകതയിലേക്ക് കാര്യങ്ങൾ നീങ്ങാനുള്ള സാഹചര്യങ്ങളുണ്ട്. ഇതാണ് ഇര. അപ്പോൾ പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ ഈ രീതിയിൽ സമരം മുന്നോട്ട് കൊണ്ടുപോവുക. അതായത് ഏത് മന്ത്രിക്കെതിരെ, ഇനിയിപ്പം സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ VN വാസവൻ്റെ വാഹനം തടയണം, VN വാസവൻ്റെ വീടിന് മുമ്പ് റീത്ത് വെക്കണം. അപ്പോൾ ഈ കാണിച്ച അക്രമത്തിൻ്റെ തുടക്കമായിരുന്നു വീണ ജോർജിൻ്റെ വീട്ടിൽ കൊണ്ടുവച്ച റീത്ത് എന്ന് നമ്മൾ അറിയേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ സമരമുണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും മന്ത്രിയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയും അല്ലാതെയും ഈ പറയുന്ന പോലെ പ്രവർത്തകർ മുന്നിലേക്ക് ഇറങ്ങാനുള്ള സാഹചര്യമുണ്ട്. പ്രവർത്തകർ മുന്നിലേക്ക് ഇറങ്ങുകയും ഇതിന് പകരം എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് ഇവിടെ മറ്റൊരു തരത്തിൽ പറഞ്ഞ ചില അക്രമ സംഭവങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. ഇപ്പോൾ സ്വാഭാവികമായി പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം അടൂർ ഇതുമായി ബന്ധപ്പെട്ടൊരു സംഭവം ഉണ്ടായി. അടൂർ എന്ന് പറയുമ്പോൾ പത്തനംതിട്ട ജില്ലക്കാരിയായ വീണ ജോർജ് എന്ന് പറയുന്ന ഒരു മന്ത്രി ആക്രമിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായും ആ നാട്ടിലുള്ള ഈ ഇടതുപക്ഷ പ്രവർത്തകർക്ക് ഒരു ചെറിയ ഇളക്കമുണ്ടാകും. അവരെന്ത് ചെയ്തു? വ്യാപകമായി KC വേണുഗോപാലിൻ്റെയും അതോടൊപ്പം തന്നെ VD സതീശിൻ്റെ പുതുയുഗ യാത്രയുമായി ബന്ധപ്പെട്ടിട്ടുകൊണ്ടുള്ള എല്ലാ ഫ്ലെക്സുകളും തകർത്തു. അവരെല്ലാം വലിച്ചീറി കളയുന്നു, കൊടിയെടുക്കുന്നു, കൊടി വലിച്ചവരെ കൊടിമരം പറിക്കുന്നു. ഇതെല്ലാം അവർ ചെയ്യുന്ന കാഴ്ചകൾ അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇതാണ് അവർ ലക്ഷ്യം വെക്കുന്ന ഒരു കാര്യം. ഇനി അതല്ലെങ്കിൽ ഏതെങ്കിലും, ഇപ്പം നമ്മൾ നോക്കിയോളൂ, പ്രതിപക്ഷ നേതാവിൻ്റെ സുരക്ഷ വർദ്ധിപ്പിച്ചു എന്ന് പറയുന്ന ഒരു വാർത്ത വരുന്നു. അതായത് പ്രതിപക്ഷ നേതാവ് ക്യാബിനറ്റ് റാങ്കുള്ള ഒരാൾ തന്നെയാണ്, നമുക്കറിയാം. പ്രതിപക്ഷത്തിൽ ആണെങ്കിൽ തന്നെ ആ പ്രതിപക്ഷ നേതാവിന് സുരക്ഷ വർദ്ധിപ്പിച്ചു. കാരണം എന്താണ്? അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് കിടക്കുന്നത്. നമ്മുടെ ഒരു മന്ത്രി ആക്രമിച്ചു എന്നുള്ള കാര്യം അറിയാം. ആക്രമിക്കപ്പെട്ടപ്പോൾ തീർച്ചയായും ഇതിൻ്റെ ഒരു പ്രതിഫലനം പ്രതിപക്ഷ നേതാവിനെതിരെയും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടാകാൻ സാധ്യതയുള്ള സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ട് പ്രതിപക്ഷ നേതാവിൻ്റെ സെക്യൂരിറ്റി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് അവർ ആലോചിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. എന്ന് വെച്ചാൽ ഏത് സമയത്തും പ്രതിപക്ഷ നേതാവ് ഈ പറയുന്ന പുതുയുഗ യാത്രയുമായി വരുന്ന ഏതൊരു സമയത്തും ഇനിയൊരു ചെറിയ കല്ലെങ്കിലും അവരുടെ സ്വന്തം പ്രവർത്തകരുടെ കയ്യിൽ നിന്നെങ്ങാനും തെറിച്ച് പ്രതിപക്ഷ നേതാവിൻ്റെ നെറ്റിയിൽ വീണ് മുറിഞ്ഞാലും ഉത്തരവാദി ആരായിരിക്കും? സ്വാഭാവികമായും DYFIക്കാരും CPMകാരും തന്നെ ആയിരിക്കും. ആദ്യം മനസ്സിലാക്കണം. അതിനുവേണ്ടി അപ്പോൾ അതാണ് പറഞ്ഞ് ഇരയിടുക എന്ന് പറഞ്ഞാൽ ചൂണ്ടയിട്ടിരിക്കുകയാണ്. ഈ ചൂണ്ടയിൽ കൊത്താതിരിക്കുക എന്നുള്ളതാണ് ശരിക്കും ഇടതുപക്ഷക്കാർ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുന്നു. ഈ സുരക്ഷയിൽ പ്രതിപക്ഷ നേതാവിനിടയിലേക്ക് ഒരു കരിങ്കൊടി പോലും ഉയർത്തി കാണിക്കാതെയും ഒരു മുദ്രാവാക്യം പോലും വിളിക്കാതെയും നമ്മൾ കടന്നു ചെല്ലണം.
അവിടെയാണ് അല്ലെന്നുണ്ടെങ്കിൽ ഇടതുപക്ഷ പ്രവർത്തകർ ചെല്ലേണ്ട ഒരു അവസ്ഥ അല്ലെങ്കിൽ സാഹചര്യമാണുള്ളത്. അപ്പം എന്ത് സംഭവിക്കും ഇനി അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ? ഇവിടുത്തെ ക്രമസമാധാന അന്തരീക്ഷത്തെ തകർക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ അല്ലെങ്കിൽ അങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരാണ് ഇവിടുത്തെ ഇടതുപക്ഷക്കാർ എന്നൊരു പേരുദോഷം കൂടി ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് CPM-ൻ്റെ തലയിലേക്ക് വന്ന് വീഴും. പൊതുവിൽ CPM-കാരെ ഈ പറയുന്ന ഇവരെല്ലാം അക്രമ രാഷ്ട്രീയത്തിൻ്റെ വക്താക്കൾ. പലപ്പോഴും BD സതീശൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, പല കോളേജുകളിലും യൂണിവേഴ്സിറ്റി ക്യാമ്പസുകളിലും ഇടിമുറികളുണ്ട്. SFIയുടെ നേതൃത്വത്തിൽ ഇടിമുറികൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ അപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ ഈ SFI മുതൽ മുകളിലേക്ക് DYFIയിലേക്ക് എത്തുമ്പോഴും CPM-ലേക്ക് എത്തുമ്പോഴും ഒക്കെ ഇവിടെയുള്ള ജനങ്ങൾ അല്ലെങ്കിൽ ഇവിടുത്തെ പ്രവർത്തകരെല്ലാം അക്രമകാരികളാണ്. എന്നാൽ അതല്ല ശരി എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. ഇപ്പോൾ ഈ കരിങ്കൊടി കാണിച്ചുകൊണ്ട് രംഗത്തേക്ക് ഇറങ്ങിയ ഈ ഇടതുപക്ഷ അല്ലെങ്കിൽ UDF-ൻ്റെ നേതാക്കന്മാരെല്ലാം അക്രമകാരികളെ അല്ല എന്ന് വിശ്വസിക്കാൻ കഴിയുമോ? ഇല്ല. ധീരജ് എന്ന് പറയുന്ന ഒരു കുട്ടിയെ അവരുടെ കോളേജിലിട്ട് കുത്തിക്കൊന്ന നിഖിൽ പൈലി എന്ന് പറയുന്ന ഒരാളുണ്ട്. അയാൾ സമാധാനകാംക്ഷിയായ വെള്ളരിപ്രാവാണോ? അല്ല, അയാൾ ഏറ്റവും വലിയ അക്രമകാരിയാണ്. അയാൾ കുത്തിക്കൊന്ന ഒരാളെ എവിടെ നിന്ന് വിളിച്ചിറക്കിക്കൊണ്ടുവന്ന് വലിയ പൂമാലയിട്ട് സ്വീകരിച്ച ഒരാളുടെ പേര് K. സുധാകരൻ എന്നാണ്. അപ്പോൾ ആ സുധാകരൻ അക്രമകാരിയാണോ? അല്ലയോ? അതെ. ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് കയറി മണൽ മാഫിയക്കാരനായി ഒരാളെ പോലീസ് പിടിച്ചതിൻ്റെ പേരിൽ ഒരു സ്റ്റേഷനിൽ കയറി കാണിച്ച് ഗുണ്ടായിസം നമ്മൾ കണ്ടതാണ് K. സുധാകരൻ കാണിച്ചത്. അപ്പോൾ അതുകൊണ്ട് K. സുധാകരൻ കോൺഗ്രസ്സുകാരനായതുകൊണ്ട് അല്ലെങ്കിൽ ആണെങ്കിൽ അദ്ദേഹം സമാധാനപ്രിയനായ ഒരു മനുഷ്യനാണോ? അല്ല. ഇവിടെ ഒരു അക്രമം ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾ തിരിച്ചടിക്കണം, അതിനുവേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു തരാമെന്ന് വീഡിയോ കോളിലൂടെ പ്രവർത്തകരെ ആഹ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്നൊരു നേതാവുണ്ട്. ആ നേതാവിൻ്റെ പേര് K. സുധാകരൻ എന്നാണ്. ആ സുധാകരൻ അപ്പോൾ സമാധാനപ്രിയനായ സമാധാനകാംക്ഷിയായ ഒരു നേതാവാണോ? അല്ലേ? അല്ല. അങ്ങനെ ഓരോന്ന് നമ്മൾ എടുത്തു നോക്കിക്കോളൂ. അപ്പം ഈ പറയുന്ന ഓരോ സംഭവങ്ങളിലും കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടിയെ സംബന്ധിച്ച് അവർ സമാധാനകാംക്ഷികളെയല്ല, അവർ തരം കിട്ടി ആക്രമിക്കും. കഴിഞ്ഞ ദിവസം വീണ ജോർജിനെതിരായി ആക്രോശിച്ചുകൊണ്ടെടുത്തു. അത് സമാധാനപ്രിയരായതുകൊണ്ടാണോ? അല്ല. ഒരു പെൺകുട്ടിയെ ചതിച്ച് വശത്താക്കി അവളെ പ്രഗ്നൻ്റ് ആക്കിയതിന് ശേഷം അവളെ കൊല്ലാൻ എനിക്ക് നിമിഷങ്ങൾ മാത്രം മതി എന്ന് വിളിച്ചു പറഞ്ഞ ഒരു നേതാവുണ്ട്. ആ നേതാവിൻ്റെ പേര് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നാണ്. അപ്പോൾ ആ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിനിധാനം ചെയ്യുന്ന കോൺഗ്രസ് അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന സംഘടനയിലെ എല്ലാവരും സമാധാനകാംക്ഷികളാണോ? അല്ല. നമ്മൾ ആലോചിക്കണം. അവിടെ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കിടയിൽ ഒരു പോലീസുകാരൻ വാഹനം ചെക്ക് ചെയ്യുന്ന സമയത്ത് ആ പോലീസുകാരനോട് നിനക്കുള്ള ഇതിനുള്ള സർവീസ് പാരിതോഷികം ഞാൻ നിനക്ക് തരുന്നുണ്ട് എന്ന് ആക്രോശിക്കുന്ന ഒരു നേതാവിനെ നമുക്ക് കാണാം. ആ നേതാവിൻ്റെ പേര് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നാണെന്നേ. ആ നേതാവ് സമാധാനപ്രിയനായതുകൊണ്ടാണോ ഒരു പോലീസിനെടുത്ത് കയർത്ത് സംസാരിക്കുന്നത്? നിനക്കുള്ള സർവീസ് പാരിതോഷികം അച്ഛൻ്റെ പ്രായമുള്ളൊരു നേതാവിനോട് പറയുകയാണ്. ഈ കഴിഞ്ഞ ദിവസം കുറ്റ്യാടിയിൽ വെച്ച് നടന്ന സംഭവം, തന്നെ വിളിക്കാൻ വൈകിപ്പോയതിൻ്റെ പുറത്ത് സഹപ്രവർത്തകൻ്റെ, അതും അച്ഛനോളം പ്രായം വരുന്ന ഒരു സഹപ്രവർത്തകൻ്റെ, പ്രമോദ് കക്കട്ടിൽ എന്ന് പറയുന്ന ഒരു പ്രവർത്തകൻ്റെ കഴുത്തിന് പിടിച്ച് പുറത്തേക്ക് തള്ളുന്ന ഒരു നേതാവിനെ നമ്മൾ കണ്ടു. ഷാഫി പറമ്പിൽ എന്നാണ് ആ നേതാവിൻ്റെ പേര്. അപ്പോൾ കോൺഗ്രസ്സുകാർ സമാധാനപ്രിയരാണ് എന്ന് നമ്മൾ കരുതുന്നുണ്ടോ? തെറ്റാണ്. സമാധാനപ്രിയരേ അല്ല. കഴിഞ്ഞ ദിവസം ഇതിൻ്റെ ജാഥയ്ക്കിടയിൽ ആരോ പടക്കം പൊട്ടിച്ചതിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് ആ പ്രവർത്തകരെ അപ്പാടെ അവിടെ നിന്നുകൊണ്ട് ചീത്ത വിളിക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവിനെ നമ്മൾ കണ്ടു. അസഹിഷ്ണുതയുടെ പ്രതിരൂപമായ പ്രതിപക്ഷ നേതാവ് മാറുന്നത് നമ്മൾ കണ്ടു. ആ നേതാവ് എന്താ പറയുക, ഒരു സമാധാനകാംക്ഷിയായ ഒരു വെള്ളരിപ്രാവാണോ? അല്ല. പ്രവർത്തകർ അവിടെ സംസാരിച്ചപ്പോൾ നീ ഒന്നും ഇവിടെ മിണ്ടാതിരിക്കണം എന്ന് പറഞ്ഞ ഒരു നേതാവുണ്ട്. അതാണ് VD സതീശൻ. അദ്ദേഹം അപ്പോൾ സമാധാനകാംക്ഷിയാണോ? അല്ലേ? അല്ല. ഇതിനു മുമ്പ് നടത്തിയ സമരാഗ്നി എന്ന് പറയുന്ന പരിപാടി ആലപ്പുഴ ജില്ലയിലേക്ക് എത്തി നിൽക്കുന്ന സമയത്ത് തൻ്റെ സഹപ്രവർത്തകരുടെയും അതോടൊപ്പം ചാനലുകാരുടെ മൈക്കിൻ്റെയും ക്യാമറയുടെയും മുന്നിൽ ഇരുന്നുകൊണ്ട് സ്വന്തം സഹപ്രവർത്തകരും പ്രതിപക്ഷ നേതാവുമായ VD സതീശനെ അൺപാർലമെൻ്ററി ആയ ഒരു തെറി ഉപയോഗിച്ചുകൊണ്ട് പരാമർശിച്ചത് K. സുധാകരൻ എന്ന് പറയുന്ന KPCC അധ്യക്ഷനായിരുന്നു. അപ്പോൾ അദ്ദേഹം മാന്യനായ വ്യക്തിയാണോ? അല്ല. അപ്പോൾ അല്ലെങ്കിൽ അവരാരും സമാധാനപ്രിയരായേ അല്ല. അപ്പോൾ പരമാവധി ഇവിടെ മന്ത്രിമാരെ ആക്രമിച്ചുകൊണ്ടും ഇവിടുത്തെ പ്രവർത്തകരുടെ വീടുകളിലേക്ക് കല്ലെറിഞ്ഞുകൊണ്ടും ഈ പ്രദേശത്തെ ആകമാനം ഒരു കലാപാന്തരീക്ഷത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ഏറ്റവും ഒടുവിലത്തെ അടവുമായിട്ടാണ് കനകോലു സത്യത്തിൽ ഇപ്പോൾ രംഗത്തിറങ്ങിയിരിക്കുന്നത്. ഇതിനെ വേണ്ടും വിധത്തിൽ പ്രതിരോധിക്കാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇടതുപക്ഷക്കാർക്ക് കഴിയണം. അക്രമത്തിന് പകരമായി ഇടതുപക്ഷക്കാർ അക്രമം കൊണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഇവിടുത്തെ മാധ്യമങ്ങളടക്കം എടുത്തിരിക്കുന്ന ഒരു നിലപാടുണ്ട്. ഒരു വലതുപക്ഷ നിലപാട് മാധ്യമങ്ങൾ എടുത്തിരിക്കുന്നു. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇത് വളരെ ക്ലിയറായി നമുക്ക് പറയാൻ കഴിയും. ഈ മാധ്യമങ്ങളെല്ലാം പണം വാങ്ങിക്കൊണ്ട് തന്നെയാണ് ഈ കനകോലുവിൻ്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിക്കൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്മളവിടെ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പം അതുകൊണ്ട് തന്നെ ഇവരെല്ലാം കൂടി ചേർന്നുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന വലിയൊരു ഉപജാപക വൃന്ദമുണ്ട്.
അപ്പോൾ ഇതിനെ മറികടക്കുക എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം കുറച്ച് പ്രയാസമായിരിക്കും. കേരളത്തിലെ ജനങ്ങൾക്കിടയിലേക്ക് എത്തുന്നത് കൂടുതലും ഇത്തരം വാർത്തകളായിരിക്കും. പിന്നെ അവിടെ മര്യാദയ്ക്ക് സമരം ചെയ്തുകൊണ്ടിരുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മന്ത്രി വീണ ജോർജിന് വഴിയോരത്ത് നിന്നുകൊണ്ട് സമരം ചെയ്തുകൊണ്ടിരുന്ന പ്രവർത്തകർക്കെതിരെ ഇവിടെ ഇടതുപക്ഷത്തിലെ അല്ലെങ്കിൽ CPM-ൻ്റെ അല്ലെങ്കിൽ ഈ DYFIയുടെ ഗുണ്ടകൾ ഇറങ്ങി ആക്രമിച്ചു എന്നായിരിക്കും നാളത്തെ പത്രവാർത്ത വരിക. അപ്പോൾ ഈ രീതിയിലൊക്കെ വളരെ കെയർഫുള്ളായി ഈ കനകോലുവിൻ്റെ പുതിയ ഈ ഒരു തന്ത്രത്തെ എങ്ങനെ മറികടക്കാം, എങ്ങനെ പ്രതിരോധിക്കാം എന്ന് ആലോചിക്കുകയും അതോടൊപ്പം ഇത്തരം കെണികളിൽ ചെന്ന് വീഴാതിരിക്കാനുമാണ് ഇനിയും ഇടതുപക്ഷത്തെ ഓരോ പ്രവർത്തകരും ശ്രദ്ധിക്കേണ്ടത്. ഇതൊരു പുതിയതരം ഐഡിയയാണ്. ഈ ഐഡിയ നമ്മുടെ കേരളത്തിൽ നടപ്പിലാക്കാൻ പോവുകയാണ്. അതായത് നമ്മൾ ആലോചിച്ചു, കനകോലു ഇവിടെ വർഗീയത പറ്റി, ആ വർഗീയത അങ്ങോട്ട് ഏശുന്നില്ല എന്ന് കണ്ടു. സ്വർണ്ണപ്പാളി പരമാവധി മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചു, അതും ഏശിയില്ല എന്ന് കണ്ടു. ഈ പറയുന്ന മന്ത്രിമാർക്കെതിരായി കുപ്രചരണങ്ങൾ നടത്താൻ തീരുമാനിച്ചു, അതും ഏശുന്നില്ല എന്ന് കണ്ടു. ഇപ്പോൾ അവർക്ക് വീണ് കിട്ടിയ ഒന്നാണ് ഈ പറയുന്ന വണ്ടാനം മെഡിക്കൽ കോളേജിൽ നടന്ന ഈ ഒരു സംഭവം. ഇതിനെ മന്ത്രി വീണ ജോർജിനെതിരാക്കി തിരിക്കുകയും ആ സമരത്തെ അക്രമോത്സുകമാക്കി മാറ്റുകയും എതിർപക്ഷത്ത് നിൽക്കുന്ന ഇടതുപക്ഷക്കാരെ പ്രകോപിതരാക്കി കൂടുതൽ കലാപാന്തരീക്ഷത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ട് എത്തിക്കാനുമാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് പറഞ്ഞതിൻ്റെ രത്ന ചുരുക്കം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.